അപ്പോൾ ഗൈസ് നമ്മൾ പ്രഗ്നൻ്റ് ആയ ടൈമിൽ എൻ്റെ മോന് പ്രഗ്നൻ്റ് ആയത് 2020 ഡിസംബർ 1 ആയിരുന്നു ഡെലിവറി ടൈം. അപ്പോൾ ഞാൻ സാധാ ഡോക്ടർ പറയുന്നത് എന്താ, ഡോക്ടേഴ്സ് സ്കാൻ ചെയ്യാൻ എഴുതി. സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അബോർഷനായിരുന്നു. രണ്ടാമത്തെ എൻ്റെ മോനെയും കൂടി കിട്ടൂല പറഞ്ഞപ്പോൾ ഭയങ്കര സാഡ് തന്നെ. അപ്പോൾ ഞാൻ ഡോക്ടറെ മുമ്പ് തന്നെ കരഞ്ഞു പറഞ്ഞു ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും എന്ന് പറഞ്ഞു. എന്തോ എൻ്റെ വായിൽ നിന്ന് അത് വന്ന് പോയി അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനത് പേപ്പേഴ്സ് എല്ലാം കൊണ്ട് തിരിച്ചു വന്നു. പിന്നെ ഓരോ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളേ ഉള്ളൂ. ഫൈബ്രോയിഡിൻ്റെ വളർച്ച കൂടുന്നുണ്ട്. എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായി, ആഴ്ചയിൽ ഇഞ്ചക്ഷൻ വെക്കണം. അപ്പോൾ ഇഞ്ചക്ഷൻ കാരണം എനിക്ക് ഷുഗർ വന്നു. പിന്നെ എനിക്ക് പ്രഷറിൻ്റെ കംപ്ലയിൻറ്റ് ടെൻഷൻ കാരണം വന്നു. ബ്ലഡ് ഇല്ല. അങ്ങനെ എനിക്ക് പല പ്രശ്നവും. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കിടപ്പ് ശരിയില്ല. കുഞ്ഞിനെ ഏത് ടൈമിലും ഡോക്ടർ കിട്ടൂല. എനിക്ക് എങ്ങനെ ടെൻഷൻ ആവാണ്ടിരിക്കുക. പിന്നെ കൊറോണ സമയമായതുകൊണ്ട് ഒറ്റക്കാണ് ഡോക്ടറിൻ്റെ അടുത്ത് നമ്മളെ റൂമിലേക്ക് കയറ്റുക. അങ്ങനെയൊക്കെ ഞാൻ എങ്ങനെയോ നാൾ കഴിച്ചു കൂട്ടി. 7ാം മാസം എത്തിയപ്പോൾ എനിക്ക് വേദന കൊണ്ട് എന്നും വേദനയാണ്. അപ്പോൾ വേദന കൊണ്ട് ഞാൻ എന്നും ഓട്ടോമാറ്റിക് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വരും വെള്ളം. കണ്ണീര് പോയതിന് കണക്കില്ല. അത്ര സഹിച്ചു ഞാൻ. 7ാം മാസം ഞാൻ രാത്രി ഒരു ഗ്ലാസ് പാല് കുടിച്ച് ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് വന്നതായിരുന്നു. അപ്പോൾ എനിക്ക് വേദന കൊണ്ട് സഹിച്ചൂടെ യാത്ര ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് കൂടുതലായി. അപ്പോൾ ഞാൻ കരഞ്ഞ് സാധാരണ നമ്മൾ എപ്പോഴും ദുആ ആയിരുന്നു എനിക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി ഞാൻ ദുആ ചെയ്തിട്ട് സാധാരണ എനിക്ക് കരയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ കണ്ണിൽ നിന്ന് പോയി. അപ്പോൾ ഞാൻ പഠിച്ചവനോട് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും പ്രസവിക്കണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പഠിച്ചവനെ വിളിച്ച് കരഞ്ഞു പറഞ്ഞ രാത്രിയായിരുന്നു അത്. അങ്ങനെ ഞാൻ കിടന്ന് 12 മണി ഏകദേശം ഒരു 11:40 ഞാൻ ഉറക്കം ഞെട്ടി. പതുക്കെ എനിക്ക് കഴിയുന്നില്ലെങ്കിലും ഞാൻ എണീച്ച് ഇരിക്കുക. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇരുന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ പവർ കട്ടായിരുന്നു. എല്ലാവരും വീടിന് ചുറ്റും കുടുംബങ്ങളായിരുന്നു. ഉപ്പാൻ്റെ കുടുംബമാണ്. അവരൊക്കെ എമർജൻസി അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ എനിക്ക് കാലെടുത്ത് വെക്കുന്നത് വണ്ടിയിൽ അത്രയും അടുപ്പിച്ചിട്ട് കാറ് വെച്ചു. ഞാൻ ഹോസ്പിറ്റലിലോട്ടെത്തി. എൻ്റെ കുഞ്ഞുമോനെ ഞാൻ പ്രസവിച്ചു. സുഖപ്രസവം തന്നെ പ്രസവിച്ചു. ഓപ്പറേഷനൊക്കെ ഡോക്ടർ പറഞ്ഞതാണ്. എന്തോ എൻ്റെ ദുആൻ്റെ കടുപ്പാണോ എന്താ അറിയില്ല, പഠിച്ചവൻ്റെ അനുഗ്രഹം ഞാൻ പ്രസവിച്ചു. പിന്നെ എൻ്റെ കുഞ്ഞുമോനെക്കുറിച്ച് കുറേ പ്രശ്നങ്ങൾ ഡോക്ടർ പറഞ്ഞു. കഴുത്തിറക്കാൻ ലേറ്റാവും, സംസാരിക്കില്ല, അങ്ങനെയൊക്കെ ഓരോരോ പിന്നെ നടക്കാൻ പ്രശ്നമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ കുഞ്ഞുമോന് ഒരു പ്രശ്നമില്ല. സംസാരിക്കാൻ കുറച്ച് ലേറ്റായി. അത് വീട്ടിലവന് കൂട്ടാരും ഇല്ലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലേറ്റായതാവാം. അതുപോലെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലും എനിക്ക് ടെൻഷൻ തന്നെ. ഈ നേരത്തെ പ്രസവിച്ച കുട്ടി എപ്പോഴും മടങ്ങിയിട്ടാണ്. ഇതൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ കുട്ടി. അങ്ങനെയൊക്കെ പല പ്രശ്നത്തിലും ഞാൻ ഒരുപാട് അനുഭവിച്ചു. പക്ഷെ എൻ്റെ മോൻ ഇപ്പോൾ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം, എത്ര നമുക്ക് ടെൻഷൻ വന്നാലും എന്ത് ഡോക്ടർ പറഞ്ഞാലും നമ്മൾ പഠിച്ചവനെ പിടിക്കുക. നമ്മളെ ഒരിക്കലും കൈവിടില്ല. ആ വിശ്വാസത്തിൽ നമുക്ക് എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ പ്രസവിക്കാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഉണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാത്തിനും മറികടക്കാൻ ആ ശക്തിക്ക് പറ്റും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര അപകടം ഉണ്ടായാലും നമ്മളെ കുഞ്ഞ് ഭൂമിയിൽ വരും. ആ ഒരു വിശ്വാസം ഉറപ്പിൽ നമ്മൾ പ്രാർത്ഥിച്ചിനെങ്കിൽ ദുആ ചെയ്തെങ്കിൽ സത്യം പറഞ്ഞാൽ ആ പഠിച്ചവൻ നമ്മളെ കൈവിടൂല. അതുകൊണ്ട് എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ ആരും പേടിക്കാനില്ല, ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. പഠിച്ചവൻ കൈവിടൂല എന്ന് ഉറപ്പിക്കുക. അപ്പം എൻ്റെ മോളെക്കുറിച്ച് പറയണം. പിന്നെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ മോളെക്കുറിച്ച് പറയും. അതും അതിനേക്കാൾ അപ്പുറത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിങ്ങനെ 2 മക്കളെ കിട്ടിയതിൻ്റെ ഭാഗ്യമാണ് കേട്ടോ.